റൊട്ടീൻ ഫോളോ ചെയ്യുക, ഒരു ദിവസം പ്ലാൻ ചെയ്യുക എന്നുള്ളതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യങ്ങളാണ്. മുന്നത്തെ പോലെ പ്ലാൻ ചെയ്ത് എല്ലാ കാര്യങ്ങളും നടക്കാറുണ്ടോ എന്ന് ചോദിച്ചാൽ അതൊക്കെ കുറെ യുബീബോയുടെ പ്ലാനിങ് അനുസരിച്ച് ഇരിക്കും കേട്ടോ. അതുകൊണ്ട് ടൈം കൺസ്ട്രെയിൻ ഇല്ലാതെ വിചാരിച്ച എല്ലാ കാര്യങ്ങളും ഒരു ദിവസം മെല്ലെ ചെയ്ത് തീർക്കാനാണ് ഇപ്പൊ ശ്രമിക്കാറ്. കുറെയൊക്കെ അത് സക്സസ്ഫുൾ ആണ്. യുവി സ്ലോലി ഇങ്ങനെ നമ്മുടെ കാര്യങ്ങളൊക്കെ ആയിട്ട് അഡാപ്റ്റ് ആയി വരുന്നുണ്ട്. എന്തായാലും ഇന്നത്തെ ഡേ നമുക്കൊരു ചെറിയ സ്കിൻ കെയർ വെച്ച് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് പ്ലമ്മിന്റെ റൈസ് വാട്ടർ ആൻഡ് 10% നിയാസിനമൈഡ് സിറം അത്യാവശ്യം മോയ്സ്ചർ ഉള്ള സ്കിന്നിലോട്ട് അപ്ലൈ ചെയ്യാം. ഈ സിറം പെർഫ്യൂംഡ് അല്ല, നല്ല ലൈറ്റ് വെയിറ്റ് ആണ്, സ്കിന്നിലോട്ട് പെട്ടെന്ന് അബ്സോർബ് ആവും ചെയ്യും. റൈസ് വാട്ടർ ആൻഡ് നയാസിനമൈഡ് കോമ്പിനേഷൻ സ്കിൻ ബ്രൈറ്റൻ ചെയ്യാനും ആന്റി ഏജിങ്ങിനും ഇൻഫ്ലമേഷൻ കുറയ്ക്കാനും ഹെൽപ്പ് ചെയ്യും. എന്റെ എക്സ്ട്രീം ഡ്രൈ സ്കിൻ ആണ്. ഈ ഒരു സിറം സ്കിൻ നന്നായി ഹൈഡ്രേറ്റ് ചെയ്യുന്നുണ്ട്. സെക്കൻഡ് സ്റ്റെപ്പ്, ഒരു ലൈറ്റ് വെയിറ്റ് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്തതിനു ശേഷം ഫേസിൽ ചെറിയൊരു മസാജ് ചെയ്യാം. ഇത് നമ്മുടെ ഫേസിലെ ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാനൊക്കെ നല്ലതാണ്. ഇനി ഒരു സൺസ്ക്രീനും കൂടെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മോർണിംഗ് സ്കിൻ കെയർ കഴിഞ്ഞു. നമ്മുടെ C-സെക്ഷൻ സ്റ്റിച്ചസും കാര്യങ്ങളും ഒക്കെ ഓൾമോസ്റ്റ് ഹീലായി. അങ്ങനെ വലിയ പെയിൻ ഒന്നുമില്ല. പക്ഷെ എന്നാലും ശാസ്ത്രപ്രകാരം ഒരു 2 ആഴ്ച റെസ്റ്റും കൂടെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് കുറച്ച് സ്ലോ ആയ കാര്യങ്ങളൊക്കെ എടുക്കുന്നുള്ളൂ. ഇപ്പൊ അമ്മയുള്ളതുകൊണ്ട് ഈ ഒരു അടുക്കള ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കിയേ ചെയ്യാറില്ല. വന്ന് പ്ലേറ്റിന്റെ മുന്നിൽ ഇരിക്കുമ്പോഴാണ് എന്താണ് ഭക്ഷണം എന്ന് പോലും അറിയാറുള്ളൂ. ഇപ്പൊ ഡെലിവറി കഴിഞ്ഞ് 1 മാസമൊക്കെ കഴിഞ്ഞ സ്ഥിതിക്ക് മെല്ലെ ഇവിടേക്കൊന്ന് കയറി തുടങ്ങണം. അല്ലെങ്കിൽ ചിലപ്പോൾ ടച്ച് വിട്ടുപോയാലോ.